പിന്നെ എനിക്ക് ഇനിയിപ്പം ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊക്കെ ഫ്ലൈറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്കിംഗ് കാണും? കൂടുതലായിട്ട് നമ്മുടെ ആളുകൾ ബുക്ക് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുന്നതും എമിറേറ്റ്സ്, ഇത്തിഹാദ്, ഖത്തർ, ഇതാണ് നമുക്ക് കൂടുതൽ നമ്മൾ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ടർക്കിഷ് എയർലൈൻസ് ഉണ്ട്. പിന്നെ ഉള്ളത് എയർ ഇന്ത്യ ആണ്. ഗാറ്റ്വിക് ടു കൊച്ചിയുടെ ഡയറക്റ്റ് ഫ്ലൈറ്റ് എയർ ഇന്ത്യ ബുക്ക് ചെയ്യുന്നു. പക്ഷേ നമുക്ക് എയർ ഇന്ത്യക്ക് കണക്ഷൻ ഇല്ല. എയർ ഇന്ത്യ ഒരിക്കലും നമുക്ക് ഈ ഹീത്രൂന്ന് അല്ലെങ്കിൽ ഗാറ്റ്വിക്കിൽ നിന്ന് ബെൽഫാസ്റ്റോട്ട് കണക്ഷൻ കിട്ടാനായിട്ട് പാടാണ്. പിന്നെ അവിടുത്തെ അവരുടെ ടൈമും നമുക്ക് ഇവിടുന്ന് കണക്ട് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് അവിടെ വൈകിട്ട് വരുന്ന ഫ്ലൈറ്റ് തിരിച്ചു വരുമ്പോൾ വൈകിട്ടാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ലാസ്റ്റ് കണക്ഷൻ കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നതും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതും ആളുകളെ പറയുന്ന ഡബ്ലിൻ വഴി ട്രാവൽ ചെയ്യാനാണ്. അത് കാരണം പിന്നെ എന്താ പറയുക, ഒരു ഫ്ലൈറ്റ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫെയർ കുറവായിരിക്കും ചേഞ്ച് ചെയ്യാനായിട്ടാണെങ്കിൽ തന്നെ. മറ്റേതാകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മറ്റ് ബ്രിട്ടീഷ് എയർവേസോ എയർലൈൻസോ ആയിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ അവരുടെ സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും. അപ്പം എനിക്ക് തോന്നുന്നു ഓവറോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രാവൽസിന്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ അയച്ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് അയച്ചേട്ടൻ അപ്രോച്ച് ചെയ്യുന്നത് ഇന്ത്യൻസ് ആണെങ്കിൽ പോലും ഇപ്പം ഫോർ എക്സാമ്പിൾ മറ്റുള്ള രാജ്യക്കാർക്ക് വേണമെങ്കിലും അയച്ചേട്ടനെ അപ്രോച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ അല്ലേ, ഐ തിങ്ക് നമ്മുടെ ഫിലിപ്പീൻസ് ചെയ്യുന്നുണ്ട്, പാകിസ്ഥാനീസ് ഉണ്ട്, പിന്നെ ബംഗ്ലാദേശികളുണ്ട്. കൂടുതൽ ഫിലിപ്പീൻസ്, ഇന്ത്യൻസ് കഴിഞ്ഞാൽ പിന്നെ ഫിലിപ്പീൻസ് ആണ് കൂടുതലും നമ്മുടെ ടിക്കറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ആരെങ്കിലും ഫ്രണ്ട്സ് ഈ പറയുന്ന കൺട്രീസ് ടിക്കറ്റ് നോക്കുന്നുണ്ടെങ്കിൽ, കാരണം എല്ലാ ഇന്റർനാഷണൽസും നമ്മുടെ കൂടെ ഉണ്ട്, അപ്പം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അജിച്ചേട്ടനെ അപ്രോച്ച് ചെയ്യാം. ഇന്ത്യൻസ് മാത്രമല്ല, ഇപ്പം മലയാളീസ് മാത്രമൊന്നല്ല, എല്ലാ രാജ്യക്കാർക്കും ഓൾമോസ്റ്റ് ഈ പറഞ്ഞ എനിക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫിലിപ്പീൻസ്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന. അപ്പോൾ എല്ലാവർക്കും അപ്രോച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, ഓൺലൈൻ ബുക്ക് ചെയ്യണം. അപ്പോൾ ഓൾറെഡി അജിച്ചേട്ടൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ചിലപ്പം ഇപ്പോൾ ഓൾറെഡി പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോൾ ചില സമയത്ത് പ്ലാൻ ചെയ്യാത്ത ട്രിപ്പുകളുണ്ട്. അപ്പം അതിന് ഇപ്പം ടിക്കറ്റ് ഫെയർ ഡിഫറൻസ് വരുമ്പോഴത്തേനും നമുക്ക് അതിനെ ഒരു എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളൊരു കാര്യം. കാരണം ഫെയറിനകത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത്. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ എയർലൈൻ വഴി പോകുന്ന ഓപ്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഈ കണക്ഷൻ ഫ്ലൈറ്റ് എടുക്കുന്നതാണോ അതോ ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുക്കുന്നതാണോ ബെറ്റർ എന്നുള്ളതും കൂടെ ഒന്ന്. നമ്മൾ ബെൽഫാസ്റ്റിലുള്ളവർ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് കണക്ഷൻ എടുക്കാനാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇപ്പോൾ റേറ്റ് കൂടുതലാണെങ്കിലും നമുക്ക് ഒരു 6 മാസം കഴിഞ്ഞായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം ഒരു ജൂൺ ജൂലൈയിലാണല്ലോ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. നോർമൽ കേസ്, എമർജൻസി കേസ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്. എങ്കിലും നോർമൽ കേസിൽ നമ്മളൊരു ജൂൺ ജൂലൈ മാസമാകുമ്പോൾ ഒരു നവംബർ തൊട്ട് ആളുകൾ ബുക്ക് ചെയ്യാൻ തുടങ്ങും. ഒരു 6-7 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാകും നമ്മുടെ ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ. അപ്പം നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഫ്ലൈറ്റിന് ഒരു ടൈം വ്യത്യാസം വന്നെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് അവിടെ മറ്റേ ഫ്ലൈറ്റുമായിട്ട് കണക്ഷൻ കിട്ടാതെ വരും. അങ്ങനെ വരുമ്പം നമുക്ക് നമ്മൾ പുതിയ ടിക്കറ്റ് എടുക്കേണ്ടി വരും, പ്രോപ്പർ കണക്ഷൻ അല്ലെങ്കിൽ. അതുപോലെ തന്നെ ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാലും ഓൺലൈനിൽ നമ്മളൊരു ബെൽഫാസ്റ്റ് ടു കൊച്ചിക്ക് ഒരു ടിക്കറ്റ് എടുത്തെന്ന് ഓർത്തു, ജൂണിലത്തേക്ക് എടുത്തിരിക്കുക. അത് ബെൽഫാസ്റ്റ് ടു ഹീത്രൂന്ന് ഡൽഹി, അല്ലെങ്കിൽ ഡൽഹി ടു കൊച്ചി, ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ചീപ്പ് ടിക്കറ്റ് കണ്ടെടുത്തു. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ ബെൽഫാസ്റ്റിൻ്റെ ടൈം മാറി. ബെൽഫാസ്റ്റ് ഫ്ലൈറ്റ് ടൈം മാറി. ഇപ്പം ഇവിടുന്ന് രാവിലെ 8 മണിക്ക് പോകേണ്ട ഫ്ലൈറ്റ് അവിടുന്ന് 1 മണിക്കായിരുന്നു അടുത്ത നെക്സ്റ്റ് കണക്ഷനെങ്കിൽ ഇവിടെ നിന്നുള്ള ഫ്ലൈറ്റ് 1 മണിക്കായിട്ട് മാറി. അപ്പോൾ അവിടെ നിന്നുള്ള ഫ്ലൈറ്റുമായിട്ട് അത് കണക്റ്റഡ് ആകത്തില്ല. അങ്ങനെ വരുമ്പം ഓൺലൈനിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവരാരും ഒന്നും ചെയ്യത്തില്ല. ഓൺലൈൻ പലരും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ഞാൻ ഈ ടിക്കറ്റ് എടുത്തു, ഓൺലൈനിൽ എടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾക്ക് അവർ ഹെൽപ്പ് ചെയ്യുന്നില്ല, അവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അവർ വിളിക്കാമെന്ന് പറയുന്നുണ്ട്, ഇമെയിൽ അയക്കാമെന്ന് പറയുന്നുണ്ട്. 1 ദിവസം കഴിയുമ്പോൾ പല ദിവസങ്ങളായിട്ട് അവരെ ഫോളോ ചെയ്യുകയാണ്, അവരായിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല, എന്നാ ചെയ്യേണ്ടതെന്ന് ഓർത്ത്. അങ്ങനെ ഒത്തിരി ആളുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്നത്, ഏതെങ്കിലും ഒരു ഏജൻറ്റിനെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്കൊന്നെങ്കിൽ ഏജൻറ്റിനെ കോൺടാക്ട് ചെയ്താൽ ഏജൻറ്റിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ഏതെങ്കിലും ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ആയെങ്കിൽ നമ്മളെ അറിയിക്കും, ഏജൻറ്റ് അറിയിക്കും. മറ്റത് അവരൊരു ഇമെയിൽ അയക്കുകയുള്ളൂ, അത് ചിലപ്പോൾ ജങ്കി വന്ന് കിടക്കാം. അപ്പൊ എനിക്ക് ലാസ്റ്റ് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പുതുതായിട്ട് ഇപ്പം പലരും ഇന്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അവർ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യവും അതുപോലെ ട്രാവൽ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം, അത് ഫോർ എക്സാമ്പിൾ ആയിച്ചേട്ടൻ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് അതുകൂടെ പറഞ്ഞ് നമുക്ക്. ട്രാവൽ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്, നമുക്ക് ലോക്കലായിട്ട് ആക്സസ് ചെയ്യാവുന്ന
ആളുകളുടെ അടുത്തുനിന്ന് എടുക്കുക. അതുപോലെ ലോക്കൽ ഏജന്റുമാരുടെ അടുത്തൊപ്പം ലോക്കലായിട്ടുള്ള ഒത്തിരി ഏജന്റുമാരുണ്ട്, അവരുടെ അടുത്തുനിന്ന് എടുക്കൂ. അതല്ലെങ്കിൽ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കോൺഫിഡന്റ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തുനിന്ന് എടുക്കുക. ഓൺലൈനിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടീഷൻസ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓൺലൈനിൽ എപ്പോഴും ചീപ്പാണ്, പക്ഷെ കണ്ടീഷൻസ് നോക്കുക, അത് ചേഞ്ചബിൾ ആണോ റീഫണ്ടബിൾ ആണോ നോക്കിയെടുക്കുക. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ എന്നാ പറയും, നമ്മുടെ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പാസ്പോർട്ടിന്റെ എക്സ്പയറി നോക്കുക. അത് പലപ്പോഴും നമ്മൾ എയർപോർട്ടിൽ ചെന്ന് പലരും വിളിക്കാറുണ്ട്. എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും അവിടെ പാസ്പോർട്ട് എക്സ്പയറി ആയത് കാണുന്നത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് എടുത്ത് നോക്കുക. അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കുക. ട്രാവൽ ഇൻഷുറൻസ് നമുക്ക് പലയിടത്തുനിന്നും ട്രാവൽ ഇൻഷുറൻസ് നമ്മുടെ ബാങ്കുകാർ ചിലപ്പോൾ നമുക്ക് ട്രാവൽ ഇൻഷുറൻസ് തരുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന ബാങ്കിന്റെ അക്കൗണ്ട് പോലെ ഇരിക്കും. നമുക്ക് പല ബാങ്കുകാരും ട്രാവൽ ഇൻഷുറൻസ് തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കാം. നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യും നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയാം. നമുക്ക് ഇതിനകത്ത് പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടും നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ട് എങ്ങനെ ബുക്ക് ചെയ്യാം, എസ്പെഷ്യലി നോർത്തേൺ ഐലൻഡിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം, അജി ചേട്ടനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ നമ്പറും അതുപോലെ വെബ്സൈറ്റും കാര്യങ്ങളും ലിങ്കും എല്ലാം ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ കൺവീനിയന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് വന്നു തോന്നുന്നു. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അജി ചേട്ടനെ കോൺടാക്ട് ചെയ്യാം. കൂടുതലും ഈവനിങ് ടൈമാണ് കുറച്ചുകൂടെ അജി ചേട്ടന് കൺവീനിയന്റ് ആയിട്ട്, മീൻസ് കോളിൽ, അല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പം ഡിപ്പെൻഡ്സ് ഓൺ സിറ്റുവേഷൻ അജി ചേട്ടനും അതിന് റിപ്ലൈ തരും. അപ്പോ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടും കുറച്ചുകൂടെ നമുക്ക് ക്രെഡിബിൾ ആയിട്ടും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ആൽഫ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ടിക്കറ്റിന്റെ ഫെയറുകളുണ്ട്. ഒരു എയർലൈൻസ് ടിക്കറ്റ് സെല്ല് ചെയ്യുമ്പോൾ പല ഫെയറിലാണ് ഏജന്റുമാർക്ക് കൊടുക്കുന്നത്. അതിനകത്ത് പബ്ലിഷ്ഡ് ഫെയർ ഉണ്ട്, കൺസോൾ ഫെയർ ഉണ്ട്. പബ്ലിഷ്ഡ് ഫെയർ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ ഏജന്റുമാർക്കും ഒരു ഫെയർ. അതുപോലെ തന്നെ കൺസോൾ ഫെയർ ഉണ്ട്. കൺസോൾ ഫെയർ എന്ന് പറഞ്ഞാൽ ഓരോ ഏജന്റുമാർക്കും സ്പെഷ്യൽ ഫെയർ ആണ് കൺസോൾ ഫെയർ എന്ന് പറയും. അതുപോലെ തന്നെ VFR ഫെയർ ഉണ്ട്. നമ്മൾ ചെയ്യുന്നത് VFR ഫെയർ ആണ്. VFR ഫെയർ എന്ന് പറഞ്ഞാൽ വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. നമ്മൾ വിസിറ്റിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഫെയർ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫെയർ ഫ്ലെക്സിബിൾ ടിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്, ലഗേജ് കൂടുതൽ കിട്ടുന്നത്. അത് എയർലൈൻസ് എല്ലാ ഏജന്റുമാർക്കും കൊടുക്കത്തില്ല. അത് എത്നിക് മൈനോറിറ്റികളായിട്ടുള്ള ഏജന്റുമാർക്ക് എയർലൈൻസ് കൊടുക്കുന്ന സ്പെഷ്യൽ ഫെയറുകളാണ്. ആ ഫെയറുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഫെയർ ചിലപ്പം ഓൺലൈനേക്കാളും ചിലപ്പം സ്വല്പം കൂടുതലാണെങ്കിലും ലഗേജ് കൂടുതലാണ്, നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ഉള്ള ടിക്കറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത്രയും നേരം ഹരീഷുമായിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. താങ്ക് യു ഹരീഷ്. താങ്ക് യു ചേട്ടാ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.